Good morning everyone. How are you? Okay, fine. Which day is today? Yes, today is Wednesday. Okay, very good. Then എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത് പഠിക്കാനായിട്ട്? Okay, very good boys and girls. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിന്റെ The Universe എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഗാലക്സിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, മിൽക്കി വേ, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പ്ലാനറ്റ്സിനെ കുറിച്ചാണ്. Okay, dear students, take your textbook page number 122 eduthe 122 page number. Okay, are you ready? Then നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാനറ്റ്സിനെ കുറിച്ചാണ്. Okay, ടീച്ചർ റീഡ് ചെയ്യാം, എല്ലാവരും ലിസൺ ചെയ്യൂ. Okay, planets are heavenly bodies that revolve around the sun. The planets are also known as wanderers. They move around the sun on a set path known as orbit. They do not produce heat or light but reflected the light of the sun. Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune are the 8 planets that move around the sun. Planets are different from the stars. While planets revolve around the sun, the stars are stationary and they produce their own light and heat. നോക്കൂ, പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്. പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹെവൻലി ബോഡിയാണ്. അത് സണ്ണിനെ എറൗണ്ട് ആയിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. പ്ലാനറ്റ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് എറൗണ്ട് ദി സൺ. ദ പ്ലാനറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് വാണ്ടറേഴ്സ്. പ്ലാനറ്റ്സിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു. എന്താണ്? വാണ്ടറേഴ്സ്. വാണ്ടറേഴ്സ്. ദ പ്ലാനറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് wanderers. They move around the sun on a set path known as a orbit. They move around the sun. The sunനിന് ചുറ്റും എറൗണ്ട് ചെയ്ത് മൂവ് ചെയ്യുന്നു. ആ സെറ്റ് പാത്തിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓർബിറ്റ്. They do not produce heat or light but reflected the light of the sun. അവരെന്ത് ചെയ്യുന്നില്ല? Do not produce heat or light അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, but reflected the light of the sun. Okay, Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune are the 8 planets that move around the sun. എന്താണ് പറയുന്നത്? സണ്ണിന് ചുറ്റുമായിട്ട് മൂവ് ചെയ്യുന്ന 8 പ്ലാനറ്റ്സിൻ്റെ നെയിമാണ് മുകളിൽ പറയുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ആർ ദ 8 പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൗണ്ട് ദി സൺ. പ്ലാനറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദി സ്റ്റാർസ്. പ്ലാനറ്റ്സ് എന്താണ്? സ്റ്റാർസിനേക്കാളും പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്ലാനറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദി സ്റ്റാർസ്. സ്റ്റാർസിനേക്കാളും ഡിഫറൻസ് പ്ലാനറ്റ്സിനുണ്ട്. ദെൻ വൈൽ പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ, ദ സ്റ്റാർസ് ആർ സ്റ്റേഷനറി ആൻഡ് ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ലൈറ്റ് ആൻഡ് ഹീറ്റ്. എന്ത് ചെയ്യുന്നു? ദേ പ്രൊഡ്യൂസ് സ്റ്റാർസ് സ്റ്റേഷനറി ആണ്. ദേ പ്രൊഡ്യൂസ് ഓൺ, അവരുടേതായ ലൈറ്റും ഹീറ്റ്സും അവർ തന്നെയാണ്, സ്റ്റാർസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then planets revolves around the sun. The stars are stationary. They produce their own light and heat. Planets സണ്ണിന് ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുന്നു, കറങ്ങുന്നു. Then stars എന്താണ്? സ്റ്റേഷനറി ആണ്, ഒരിടത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നു. And they produce their own light and heat. Then next നോക്കിയേ, മെർക്കുറി. മെർക്കുറി ഈസ് the smallest planet. It is also the nearest to the sun. Mercury has no moons or satellites. എന്താണ്? മെർക്കുറി ഈസ് the smallest planet. പ്ലാനറ്റ്സിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആണ് ഏത്? മെർക്കുറി. ഇറ്റ് ഈസ് ഓൾസോ ദ നിയറസ്റ്റ് ടു ദ സൺ. സണ്ണിന് ഏറ്റവും നിയറസ്റ്റ് അടുത്ത് നിൽക്കുന്നതാണ് മെർക്കുറി. മെർക്കുറി ഹാസ് നോ മൂൺസ് ഓർ സാറ്റലൈറ്റ്സ്. മെർക്കുറിക്ക് മൂൺസോ സാറ്റലൈറ്റ്സോ ഇല്ല. നോക്കൂ, വീനസ്.
Venus is known as the twin planet of the Earth as it is almost of the same size as the Earth. It is the brightest and the hottest among all planets. It is also known as morning star or evening star as it is seen just before the sunrise or just after the sunset. Venus has no moons. Listen here. Venus is known as the twin planet of the Earth. So Venusine വേറൊരു പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത് ട്വിൻ പ്ലാനറ്റ് ഓഫ് ദ എർത്ത്. ട്വിൻ പ്ലാനറ്റ് ഓഫ് ദ എർത്ത് എന്ന പേരിലും വീനസിനെ അറിയപ്പെടുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓഫ് ദ സെയിം സൈസ് ഓഫ് എർത്ത്. ഓൾമോസ്റ്റ് സെയിം സൈസാണ് എർത്തിൻ്റെ, ഓൾമോസ്റ്റ് സെയിം സൈസാണ് വീനസിനും. ഇറ്റ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് എമംഗ് ഓൾ പ്ലാനറ്റ്സ്. എല്ലാ പ്ലാനറ്റ്സിനേക്കാളും ബ്രൈറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ് ഏത്? വീനസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ഓർ ഈവനിങ് സ്റ്റാർ. അതുകൊണ്ടാണ് ഇതിനെ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്നത്. ആസ് ഇറ്റ് ഈസ് സീൻ എയ്തർ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് ഓർ ജസ്റ്റ് ആഫ്റ്റർ ദ സൺറൈസ്. എന്താണ്? സൺറൈസിന് മുമ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ദ സൺസെറ്റിലോ ആണ് വീനസിനെ കാണപ്പെടുന്നത്. വീനസ് ഹാസ് നോ മൂൺ. വീനസിന് എന്തില്ല? മൂൺസ് ഒന്നും തന്നെ ഇല്ല. Then next one, Earth. The Earth is the third planet from the Sun and the only planet that supports life. 2/3 of the Earth's surface are covered with water. The Earth is also known as the blue planet. It has only one moon. Okay, the Earth is the third planet. Earth എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് മൂന്നാമത്തെ പ്ലാനറ്റ് ആണ് എർത്ത്. ദെൻ ആൻഡ് ദ ഓൺലി പ്ലാനറ്റ് ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. ഒരേ ഒരു പ്ലാനറ്റ് ആണ് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന. ഏതാണ്? എർത്താണ് അത്. ഓക്കെ, 2/3 ഓഫ് ദ എർത്ത് സർഫസ് ആർ കവേർഡ് വിത്ത് വാട്ടർ. 2/3 ഭാഗം സർഫസ് ഭാഗം വെള്ളത്താൽ കവർ ചെയ്തിരിക്കുന്നു. ദ എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് ദ ബ്ലൂ പ്ലാനറ്റ്. എർത്തിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? ബ്ലൂ പ്ലാനറ്റ് എന്ന പേരിലും എർത്തിനെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൺലി വൺ മൂൺ. ഇതിന് എത്ര മൂൺസ് ഉണ്ട്? ഓൺലി വൺ. ഒരേ ഒരു മൂണേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നോക്കൂ, മാർസ്. മാർസ് ഈസ് നോൺ ആസ് എ റെഡ് പ്ലാനറ്റ് and is the fourth planet from the sun. It has two moons. മാർസിനെ വേറൊരു പേരിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ. റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ മാർസിനെ അറിയപ്പെടുന്നു. ആൻഡ് പിന്നെ എന്താണ്? ഫോർത്ത് പ്ലാനറ്റ് ആണ്. ഫോർത്ത് പ്ലാനറ്റ് ആണ് സണ്ണിൽ നിന്ന്. ഫോർത്ത് പ്ലാനറ്റ് ആണ് ഏത്? മാർസ്. ഓക്കെ, മാർസിന് 2 മൂൺസ് ആണ് ഉള്ളത്. Then next നോക്കൂ, Jupiter. Jupiter is the largest of all planets. It has faith ring around it. It has many moons. എന്താണ് പറയുന്നത്? ജൂപ്പിറ്റർ ആണ് പ്ലാനറ്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഫെയ്ത്ത് റിംഗ്. ഫെയ്ത്ത് ആയിട്ടുള്ള റിങ്സ് ഒക്കെ അതിന് ചുറ്റിനുമുണ്ട്. ഇറ്റ് ഹാസ് മെനി മൂൺസ്. ഇതിനെന്താണ്? മെനി, ഒരുപാട് മൂൺസ് ഉണ്ട് ജൂപ്പിറ്ററിന്. അപ്പോൾ ജൂപ്പിറ്റർ ഈസ് എ ലാർജസ്റ്റ് പ്ലാനറ്റ്. പിന്നെ എന്താണ്? ഫെയ്ത്ത് റിങ്സ് അറൗണ്ട്. ഫെയ്ത്ത് റിങ്സ് അറൗണ്ട് ആയിട്ട് കാണുന്നു. ഇറ്റ് ഹാസ് മെനി മൂൺസ്. ദെൻ സാറ്റേൺ. സാറ്റേൺ ഈസ് നോൺ ആസ് എ റിംഗ് പ്ലാനറ്റ് and is as large as Jupiter. There are many bright rings around Saturn, make it loveliest of all planets. It also has many moons. നോക്കൂ, സാറ്റേൺ ഈസ് നോൺ ആസ് എ റിംഗ്ഡ് പ്ലാനറ്റ്. സാറ്റേണിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? റിംഗ്ഡ്. നോക്കൂ, സാറ്റേൺ പിക്ചർ നോക്കിയേ. സാറ്റേണിൻ്റെ ചുറ്റും എന്താണ്? ഒരു റിംഗ് ഒരു വലയം കാണുന്നുണ്ട്. റിംഗ്ഡ് പ്ലാനറ്റ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ആൻഡ് ലാർജ് ആസ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനെ കാട്ടിയും വലുതാണ്. ജൂപ്പിറ്ററിനേക്കാൾ കുറച്ചുകൂടി ലാർജസ്റ്റ് ആണ്. ദെയർ ആർ മെനി ബ്രൈറ്റ് റിങ്സ്. എന്താണ്? ബ്രൈറ്റ് ആയിട്ടുള്ള മെനി റിങ്സ് സാറ്റേണിന് ചുറ്റുമുണ്ട്. മേക്കിംഗ് ഇറ്റ്സ് ഇതെന്താണ് ചെയ്യുന്നത്? കുറച്ചുകൂടി മനോഹരം, ലവ്ലിയസ്റ്റ് ആക്കുന്നു സാറ്റേണിനെ. റിങ്സ് ഓഫ് ഓൾ പ്ലാനറ്റ്സ്. ഇറ്റ് ഓൾസോ ഹാസ് മെനി മൂൺസ്. ഇതിനെന്താണ്? സാറ്റേണിന് മെനി മൂൺസ്, ഒരുപാട് മൂൺസ് ഉണ്ട്. ദെൻ യുറാനസ്. യുറാനസ് ഈസ് എ വെരി യൂണിക് പ്ലാനറ്റ്. ഇറ്റ് ഈസ് 7th planet from the sun.
It is the only planet which roll on its sides on its axis. The other planets spin upright. Uranus is also encircled by many thin rings and moons. Uranus is a very unique planet. ഒരു യൂണിക് പ്ലാനറ്റ് ആണ് യുറാനസ്. ഇറ്റ് ഈസ് സെവൻത് പ്ലാനറ്റ് ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് ഏഴാമത്തെ സ്ഥാനമാണ് യുറാനസിനുള്ളത്. ഇറ്റ് ഈസ് ഓൺലി പ്ലാൻ വിച്ച് റോൾ ഓൺ ഇറ്റ് സൈഡ്. എന്താണ് ഈ പ്ലാനറ്റിന് എന്ത് ചെയ്യാൻ? റോൾ ചെയ്യാൻ, സൈഡിലേക്ക് റോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഓൺ ഇറ്റ്സ് ആക്സിസ്. അതിൻ്റെ ആക്സിസ് അനുസരിച്ച് റോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ അതർ പ്ലാനറ്റ് സ്പിൻ അപ്രൈറ്റ്. മറ്റുള്ള പ്ലാനറ്റ്സ് എന്താണ് ചെയ്യുന്നത്? അപ്രൈറ്റ്സിലോട്ടാണ് സ്പിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ യുറാനസ് ഈസ് ഓൾസോ എൻസർക്കിൾഡ് ബൈ മെനി തിൻ റിംഗ്സ് ആൻഡ് മൂൺസ്. Then Neptune. Neptune is the farthest planet from the sun. It has 8 rings and moons around it. Neptune is the farthest planet. Farthest planet ആണ് Neptune. Then it has 8 rings. ഒരുപാട് റിങ്സ് അതിന് ചുറ്റുമുണ്ട്. ആൻഡ് പിന്നെ എന്താണ്? മൂൺസും എറൗണ്ട് മൂൺസും കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇനി നമുക്ക് അതിന്റെ ഹാർഡ് വേർഡ്സിലോട്ട് പോകാം. ഓക്കെ, നോക്കൂ, look at the blackboard. Then brightest, morning star, surface, blue planet, brightest, 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 morning star, morning, morning star, 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 morning star. Surface, 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 surface. Blue planet, blue planet, blue planet, planet. Listen here, take your notebooks. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ. ഹാർഡ് വേർഡ്സ് ടീച്ചർ നോട്ടിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. എല്ലാവരും 5 ടൈംസ്, ഓരോന്നും 5 ടൈംസ് നീറ്റായിട്ട് എഴുതുക. ഫസ്റ്റ് വൺ നോക്കൂ, ബ്രൈറ്റസ്റ്റ്, BRIGHTEST, ബ്രൈറ്റസ്റ്റ്. മോർണിംഗ്, MORNING, മോർണിംഗ്. STAR, സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ. ഓക്കെ, നോക്കൂ, സർഫസ്, SURFACE, സർഫസ്, സർഫസ്. ദെൻ ബ്ലൂ പ്ലാനറ്റ്, BLUE, ബ്ലൂ, PLANET, പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ്. നോക്കൂ, ബ്രൈറ്റസ്റ്റ്, മോർണിംഗ് സ്റ്റാർ, സർഫസ്, ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, 5 ടൈംസ് എല്ലാവരും നോട്ടിൽ എഴുതി നീറ്റായിട്ട് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, We learn maths. Okay, നമ്മൾ ഇന്ന് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മാത്സിന്റെ കുറച്ച് എക്സ്പാൻഡിങ് ഫോംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എക്സ്പാൻഡിങ് ഫോം പഠിച്ചിട്ടുള്ളതാണ്. അത് 2 or 3 ഡിജിറ്റ്സിന്റെ എക്സ്പാൻഡിങ് ഫോംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള എക്സ്പാൻഡിങ് ഫോംസ് ആണ്. അപ്പോൾ ടീച്ചർ ബോർഡിലേക്ക് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ ഡിയേഴ്സും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, listen here, look at the blackboard. Then addition using expanded form. നമ്മൾ ഇന്ന് expanded forms ആണ് പഠിക്കാൻ പോകുന്നത്. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4826. 4826 ആഡ് ചെയ്യാനുള്ളത് 2795 കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഡഡ് ഫോം ആണ് എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ എന്താണ്? 4800 ടെൻസിന്റെ അവിടെ 2 ആണ്. അപ്പോൾ 20 plus 6. ഓക്കെ, വൺസിന്റെ അവിടെ 6 ആണ്. ഓക്കെ, then 2795. 2795 എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? 2790 വൺസിന്റെ അവിടെ 5. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ആഡ് ചെയ്യുക. 6 plus
5 ആഡ് ചെയ്യുമ്പോൾ എന്താണ് 11 കിട്ടും. കറക്റ്റ് 11 താഴെ അതുപോലെ എടുത്ത കോളത്തിലേക്ക് എഴുതുക. നെക്സ്റ്റ് 20 പ്ലസ് 90 എത്രയാണ്? 110. ഓക്കെ 110. നെക്സ്റ്റ് നോക്കിയേ 800 700 പ്ലസ് ചെയ്യുക. 800 700 പ്ലസ് ചെയ്യുമ്പോൾ 1500 അതുപോലെ ആ കോളത്തിലേക്ക് എഴുതുക. നെക്സ്റ്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് 4000 ഉം 2000 ഉം ആണ്. 4000 പ്ലസ് 2000 ഓക്കെ 6000 ആൻസർ കിട്ടും. ഓക്കെ ഈ കിട്ടിയ ആൻസർ നമുക്ക് വേറൊരു ഫോമിലോട്ട് എഴുതാം. നോക്കിയേ പ്ലേസ് വാല്യൂ വൺസ് ടെൻസ് 100,000 ഈ കിട്ടിയ ആൻസറിനെ 6000 നോക്കിയേ കണ്ടല്ലോ 6000 1500 നോക്കിയേ 1500. നെക്സ്റ്റ് 110 നെക്സ്റ്റ് കോളത്തിൽ എന്താണ് 11 ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. താഴെ ആഡ് ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ Okay, listen here. Take your textbook, page number 64 എടുത്തേ. Page number 64 എടുത്തേ. നോക്കിയേ ആഡ് യൂസിങ് ദ എക്സ്പാൻഡഡ് ഫോം. ടീച്ചർ ഇപ്പം ബോർഡിൽ എഴുതി തന്നതാണ്. എക്സ്പാൻഡഡ് ഫോം ആണ്. നോക്കിയേ 4826 2795 കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് എക്സ്പാൻഡഡ് ഫോമിൽ ചെയ്യണം. എക്സ്പാൻഡഡ് ഫോം എല്ലാവരും പെൻസിലെടുത്ത് എഴുതുക കേട്ടോ. എക്സ്പാൻഡഡ് ഫോം നോക്കിയേ 4000 പ്ലസ് 800 20 പ്ലസ് 6. നെക്സ്റ്റ് നോക്കിയേ 2790 പ്ലസ് 5. എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം? ഈ കോളത്തിലോട്ട് കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. അതിനുശേഷം എന്താണ് ചെയ്യാനുള്ളത്? 1s 10s 100,000 കിട്ടിയ ആൻസറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതുക. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ 1 2 10ൽ എത്രയാണ്? 10സിൽ 1 2 കിട്ടുന്നു. ആൻസർ 6 7 7621 എന്ന ആൻസർ കിട്ടും. ഓക്കെ നോക്കിയേ അതിൻ്റെ ബാക്കി നോക്കിയേ പേജ് നമ്പർ 65 എടുത്തേ. നോക്കിയേ ആ ടീച്ചർ ചെയ്തതനുസരിച്ച് ബാക്കി എല്ലാവരും ടെക്സ്റ്റിൽ എഴുതുക. നോക്കിയേ 3794 പ്ലസ് 5863. ഇതിനെ പ്ലസ് ചെയ്യാനാണ്, ആഡ് ചെയ്യാനാണ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പാൻഡഡ് ഫോം എഴുതുക, പ്ലസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം? കിട്ടുന്ന ആൻസറിനെ 1s 10s 100,000 കറക്റ്റ് പ്ലേസ് വാല്യൂ അനുസരിച്ച് പ്ലസ് ചെയ്ത ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ദെൻ ബി ക്വസ്റ്റ്യനും സിയും നിങ്ങൾ അതുപോലെ ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നോക്കിയേ ടീച്ചർ ഒരു കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എക്സ്പാൻഡഡ് ഫോം പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. 1263 പ്ലസ് ആഡ് ചെയ്യാനാണ് കേട്ടോ 3746. ഓക്കെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയായിരിക്കും നോക്കിയേ 1260 പ്ലസ് 3. നെക്സ്റ്റ് 3740 പ്ലസ് 6 എക്സ്പാൻഡഡ് ഫോം ആയി. ഓക്കെ ദെൻ എന്താണ് ചെയ്യാനുള്ളത്? ഇനി ഇതിനെ പ്ലസ് ചെയ്യുക, അഡീഷൻ ആഡ് ചെയ്യുക. 4909 4909 ആൻസർ കിട്ടിയോ? ദെൻ നോക്കി ഇനി എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഈ മെത്തേഡിലൂടെ എഴുതുക. 1s 10s പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതുക. കിട്ടിയ ആൻസർ 4909. ടോട്ടൽ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 5009. ഓക്കെ Hello, good morning my dears. How are you? Okay, fine. Which day is today? Yes, today is Wednesday. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോപ്പിംഗ് ഫ്രോഗ് പോയം നമ്മൾ നോക്കിയായിരുന്നു. ഹോപ്പിംഗ് ഫ്രോഗ് പോയം എഴുതിയത് ആരാണ്? ഓക്കെ ക്രിസ്റ്റീന റൊസിറ്റി ആണ് ഹോപ്പിംഗ് ഫ്രോഗ് എഴുതിയത്. ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ മാജിക്കൽ ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ അതെന്തായാലും ഹോപ്പിംഗ് ഫ്രോഗ് പോയം കഴിഞ്ഞതിന് ശേഷം നമുക്ക്
വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 13 1 3 13 എടുത്തോ. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കി. ടിക്ക് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ, ക്രോസ് ദ ഫോൾസ് വൺ. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ട്രൂവും ഫോൾസ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗേൾ ട്രൈസ് ടു ക്യാച്ച് ദ ഫ്രോഗ്. ഗേൾ എന്ത് ചെയ്യുകയാണ്? ഫ്രോഗിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണോ? ട്രൂ ഓർ ഫോൾസ് നോക്കിയേ. ഫോൾസ് ആണല്ലേ. ആ ഗേള് അങ്ങനെ ചെയ്യുന്നില്ല. ഗേൾ എന്താണ് പറയുന്നത്? ഫ്രോഗിനെ ഉപദ്രവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ദ ഗേൾ ഡിസൈഡഡ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ഫ്രോഗ് ആൻഡ് സേ ഗുഡ് ബൈ ടു ഇറ്റ്. നോക്കിയേ, ഗേൾ ഇവിടെ ഡിസൈഡഡ് നോട്ട് ടു ഡിസ്റ്റർബ്. ഗേൾ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ഞാൻ ഫ്രോഗിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫ്രോഗ് ആൻഡ് സേസ് ഗുഡ് ബൈ ടു ഇറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണല്ലേ. ട്രൂ ആണ്. ഓക്കെ, ദെൻ ദ ഫ്രോഗ് ഡിസൈഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ഗേൾ ആൻഡ് സേസ് ഗുഡ് ബൈ ടു ഹർ. The frog decides not to disturb the girl and says goodbye to her. എന്താണ്? The frog decides. Frog എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ഗേളിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. Then goodbye to her. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണല്ലേ. ഓക്കെ, then the frog is a finger of scorn. The frog is a finger of scorn. സ്റ്റേറ്റ്മെന്റ് ട്രൂ or false? ഓക്കെ, false ആണല്ലേ. false ആണ്. Then the toad is lambish, therefore it is dangerous. It is dangerous. The toad is lambish, therefore it is dangerous. It is dangerous. Lambish. The toad എങ്ങനെയാണ്? ഷേപ്പ്ലെസ് ആണ്, കുറച്ച് റഫ് ആണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഡേഞ്ചറസ് എന്നാണോ പറയുന്നത്? അല്ല അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, വാട്ട് ഡസ് ദിസ് ലൈൻ മീൻസ്? ഈ കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ മീനിങ് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ABCD ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻസ്? ഐ വിൽ നോട്ട് പെൽറ്റ് യു വിത്ത് സ്റ്റിക്ക് ഓർ സ്റ്റോൺ. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം. ദ ഗേൾ ഡസ് നോട്ട് ഹാവ് എ സ്റ്റിക്ക് ഓർ സ്റ്റോൺ ടു പെൽറ്റ് ദ ഫ്രോഗ് വിത്ത്. B നോക്കിയേ. ദ ഫ്രോഗ് ഷുഡ് ബി പെൽറ്റഡ് വിത്ത് എ സ്റ്റിക്ക് ഓർ സ്റ്റോൺ ബട്ട് ദ ഗേൾ ഈസ് നോട്ട് കീൻ ഓൺ ഡൂയിങ് ദാറ്റ്. സി നോക്കിയേ. പീപ്പിൾ യൂഷ്വലി പെൽറ്റ് ദ ഫ്രോഗ് വിത്ത് എ സ്റ്റിക്ക് ഓർ എ സ്റ്റോൺ ബട്ട് ദ ഗേൾ ഈസ് കൈൻഡ് ആൻഡ് വിൽ നോട്ട് ഡു ദാറ്റ്. ഐ വിൽ നോട്ട് പെൽറ്റ് യു വിത്ത് സ്റ്റിക്ക് ഓർ സ്റ്റോൺ. ഞാൻ എന്ത് ചെയ്യില്ല? കല്ലോ വടിയോ ഒന്നും എടുത്ത് തല്ലത്തില്ല, കല്ലെറിയില്ല എന്നൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്, സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, അതിന് സ്യൂട്ടായിട്ട് ഏതാ വരുന്നത്? പീപ്പിൾ യൂഷ്വലി പെൽറ്റ് ദ ഫ്രോഗ് വിത്ത് എ സ്റ്റിക്ക് ഓർ സ്റ്റോൺ ബട്ട് ദ ഗേൾ ഈസ് കൈൻഡ് ആൻഡ് വിൽ നോട്ട് ഡു ദാറ്റ്. നോക്കിയേ, പീപ്പിൾ യൂഷ്വലി, ആൾക്കാരെന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഫ്രോഗിനെ കണ്ടാൽ സ്റ്റിക്കോ സ്റ്റോണൊക്കെ എടുത്തിട്ട് എറിയും അല്ലേ. ദെൻ ഇവിടുത്തെ ഗേൾ എന്താണ്? ഗേൾ അങ്ങനെ ചെയ്യത്തില്ല. നോട്ട് ഡു ദാറ്റ്. കൈൻഡ് ആൻഡ് വിൽ നോട്ട് ഡു ദാറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആൻസർ സി ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസ് ദ ഫ്രോഗ് റിയലി വെയറിങ് എ ക്യാപ്പ് ആൻഡ് എ കോട്ട്? ഈ പോയത്തിൽ ഫ്രോഗ് റിയൽ ആയിട്ട് യഥാർത്ഥത്തിൽ ക്യാപ്പും കോട്ടൊക്കെ ധരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ധരിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? യെസ്. ഓക്കെ, നോ. ദ ഫ്രോഗ്സ് അപ്പിയേഴ്സ് മേക്സ് യൂസ് അസ് തിങ്ക് ഇറ്റ് ഈസ് വെയറിങ് എ കേപ്പ് ആൻഡ് എ കോട്ട്. ഇതെന്താണ്? ഒരു സാങ്കല്പികമാണ് അല്ലേ. സാങ്കല്പികമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രോഗ് കോട്ടും ക്യാപ്പും ഒക്കെ ധരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു സാങ്കല്പികം മാത്രമാണ്. ദെൻ തേർഡ് വൺ നോക്കിയേ. വൈ ഡു പീപ്പിൾ സ്കോൺ ദ ടോഡ്? ഓക്കെ, എന്തുകൊണ്ടാണ് പീപ്പിൾ ടോഡിനെ സ്കോൺ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ടോഡ് കുറച്ച് ലംബിഷ് ആയതുകൊണ്ടാണ്. ലംബിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് ആൻഡ് ഷേപ്പ്ലെസ് ആയതുകൊണ്ടാണ് പീപ്പിൾ സ്കോൺ ചെയ്യുന്നത്. പീപ്പിൾ സ്കോൺ ആറ്റ് ദ ടോഡ് ബിക്കോസ് ഇറ്റ് ഈസ് ലംബിഷ്. ഓക്കെ,
Then next activity നോക്കിയേ B. Vocabulary. The frogs and toads are similar animals. Match the animals listed in column A with their relatives in column B. Column A ലെ കുറച്ച് animals ഉണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയി വരുന്നത് നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. നോക്കാം. Column A. Alligator, ass, bison, tortoise, octopus. Column B നോക്കൂ. Turtle, buffalo, donkey, crocodile, squid. Turtle, buffalo, donkey, crocodile, squid. A കോളത്തിൽ അലിഗേറ്റർ ഉണ്ട്. അലിഗേറ്ററിന് മാച്ച് ആയിട്ട് വരുന്ന ഏതാണ്? ക്രൊക്കഡൈൽ, ക്രൊക്കഡൈൽ. ആസ്, ബഫല്ലോ, ബിസൺ, ആസ്, ഡോങ്കി, ആസ്, ഡോങ്കി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ബിസൺ ഏതാണ്? ബഫല്ലോ, ബഫല്ലോ. ടൊർട്ടോയിസ്, ടൊർട്ടോയിസ്. ടർട്ടിൽ, ടർട്ടിൽ. ഒക്ടോപ്പസ് ഏതാണ്? സ്ക്വിഡ്, ഒക്ടോപ്പസ്, സ്ക്വിഡ്. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്സ്. Okay, first activity, tick the statements that are true, cross the false ones. First question, the girl tries to catch the frog. Answer, false ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് false ആണ്. Next, the girl decides not to disturb the frog and says goodbye to it. Statement true. The frog decides not to disturb the girl and says goodbye to her. True. The frog is a finger of scorn. Statement false ആണ്. Next, the toad is lampish, therefore it is dangerous. Statement is false. Okay. Answer the questions. First question, what does these lines means? I will not pelt you with stick or stone. എന്താണ് answer? People usually pelt the frog with a stick or stone, but the girl is kind and will not do that. Next question, is the frog really wearing a cap and a coat? Answer എന്താണ്? No, the frog's appearance may as think it is wearing a cap and a coat. Okay. Third question നോക്കൂ. Why do people scorn the toad? Answer, people scorn at the toad because it is lampish. Match the following. Column A, column B. First ഏതാണ്? Alligator, ass, bison, tortoise, octopus. Alligator ഏതാണ് മാച്ച് ആയിട്ട് വരുന്നത്? Alligator, yes, crocodile. Alligator, crocodile. Ass, donkey, ass, donkey. Bison, buffalo. Tortoise, turtle, tortoise, turtle. Octopus, squid, octopus, squid. Okay. Then ഇപ്പോൾ നോട്ടിൽ കാണിച്ചിരുന്ന എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും നീറ്റായിട്ട് നോട്ടിൽ എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ.